അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അതിനെക്കുറിച്ച് ആ പത്രസമ്മേളനം ഒന്നും കൂടി കേട്ടു. ഇതേ നിലപാട് തന്നെയായിരിക്കും. എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ബിജെപി നേതൃത്വം ഇതേ നിലപാട് തന്നെയായിരിക്കും. കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം കേട്ടു നോക്ക്. അല്ല, കോടതി പറഞ്ഞതല്ലേ. കോടതി വിധി എടുത്ത് വായിച്ചു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ ഈ പടക്കമൊക്കെ വരുന്നതിൻ്റെ മുൻപുള്ളൊരു കാലമുണ്ട്. ഞങ്ങൾ ചെറിയ ഡപ്പിയിൽ ഈ കല്ലുകൊണ്ട് കുത്തിയിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പൊട്ടാസ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വലിയ ബോംബ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ലോകത്ത് എവിടെയാണ് ഒന്നും അറിയാത്ത ആൾക്കാർ. ഒരു സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു പരാതി, ആ പരാതി കോടതി അടക്കം അത് പരിശോധിച്ച് തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് സംസ്ഥാന പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായിട്ടുള്ള നടപടിയെടുക്കും. 2014 എന്ത് പരാതിയാണ്? ഞാൻ പറയട്ടെ, അതല്ലേ കോടതി പോയല്ലോ. അല്ല, പാർട്ടിയല്ല, BJP. അതായത് ഒരു ഇഷ്യൂവിൽ കോടതിയിൽ പരാതി പോയി, പോലീസ് സ്റ്റേഷനിൽ പരാതി പോയി, പിന്നെ പാർട്ടിയല്ലല്ലോ, പോലീസ് അന്വേഷിച്ചു. രണ്ടുമുണ്ടെന്ന് പക്ഷേ കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം ഒന്നും കൂടി നിങ്ങളെല്ലാവരും കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സംശയം കേട്ടോ, കേട്ടോ, പത്രസമ്മേളനം കേട്ടോ, ഫുൾ കേട്ടോ. എന്നിട്ട് എന്താ കിട്ടിയ മറുപടി? രണ്ട് പറയുന്നില്ലേ? എന്റെ അത് സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായ നടപടിയെടുക്കും ഞാൻ പറഞ്ഞല്ലോ. അല്ല, സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയ പരാതിയെ കുറിച്ച് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. സംസ്ഥാന പ്രസിഡന്റ് ഓൾറെഡി അത് അക്നോളജ് ചെയ്തു. ഇനി അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടിയെടുക്കും. ഇങ്ങനെയിപ്പോൾ ഒരു പരാതി ഉയർന്നു വന്നത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിവാദം ഉയർന്നിട്ടുണ്ട്. അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധപൂർവമായ ഒരു വിവാദം ഉണ്ടാക്കിയതാണെന്ന് തോന്നലുണ്ടോ? പാർട്ടിക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം തീരുമില്ലല്ലോ. ജനങ്ങളുടെ മുന്നിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻസിഡൻസ്, ഒരാളുമായിട്ടുള്ളതല്ലല്ലോ ഇപ്പോൾ ഇഷ്യൂ. എത്രയോ സ്ത്രീകൾ ഒരാൾക്കെതിരായിട്ട് പരാതിപ്പെടുന്നു. അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടത്? ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടത്? അപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായോ, ഇതൊന്നുമല്ല പ്രശ്നം. ഒരു ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ മുന്നിൽ മാതൃകയായിട്ട് ജീവിക്കേണ്ട ഒരാളാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരരുത്. അതല്ലാതെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി, അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. കോൺഗ്രസ്സിൽ കൊള്ളക്കാരനും അഴിമതിക്കാരനും സ്ത്രീ പീഡകനും അങ്ങനെയുള്ള ആളുകളെ മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ അവർ തീരുമാനിക്കുക. ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ആരായിരിക്കണം, അതിങ്ങനെയുള്ള ആളുകൾ പാടില്ല. ശരി, ഇപ്പോൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനെതിരെ പരാതി വന്നിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അതിനെക്കുറിച്ച് ആ പത്രസമ്മേളനം ഒന്നും കൂടി കേട്ടു. ഇതേ നിലപാട് തന്നെയായിരിക്കും. എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ബിജെപി നേതൃത്വം ഇതേ നിലപാട് തന്നെയായിരിക്കും. കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം കേട്ടു നോക്ക്. അല്ല, കോടതി പറഞ്ഞതല്ലേ. കോടതി വിധി എടുത്ത് വായിച്ചു. അപ്പൊ മറുവിശദീകരണം നിങ്ങൾ അന്വേഷിക്കും. അല്ലെന്ന് കോടതി പറഞ്ഞല്ലോ. ആദ്യം ഇപ്പോ എന്തറിയോ, ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ എന്താ? പൊതുസമൂഹത്തിൽ മുന്നിട്ടുള്ള കാര്യങ്ങൾ. കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എന്താ? ഇതെല്ലാം പരിശോധിച്ചു. 10 കൊല്ലത്തിനിടയിൽ പോലീസ് അന്വേഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു, പിണറായി വിജയന്റെ പോലീസും അന്വേഷിച്ചു. ഇനി നിങ്ങൾക്ക് വേറെ പുതിയ പോലീസ് വല്ലതും കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അന്വേഷിക്കും. അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ബോംബ് എന്ന് പറഞ്ഞ് നടക്കരുത്. ബോംബ് എന്നുള്ള പേര് കേൾക്കുമ്പോണ്ടല്ലോ ആളുകളുടെ മനസ്സിലൊരു വലിയൊരു സംഭവം എന്നുള്ള ധാരണയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം ഇതിനകത്ത് മാത്രം ഉണ്ടായിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് വീട് സതീശൻ കൊണ്ട് നടക്കുന്നതെന്നൊക്കെയാണ് ചോദിച്ചത്. അതൊക്കെ ശരിയാണോ? അതൊക്കെ ഒരു സംസ്ഥാന ആരെ കുറിച്ച് പറഞ്ഞു? പരാതിക്കാരിയെ പറ്റി പറഞ്ഞത്. പരാതിക്കാരിയെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കൃത്യമായി പറയുന്നുണ്ട് അതിനകത്ത്. കൃത്യമായിട്ട് പറയുന്നുണ്ടോ? അവിടെ തന്നെ നിങ്ങൾ ചോദിക്കരുതില്ലേ? ചോദിച്ചോ? അത് നിങ്ങൾ ചോദിച്ചോ? നിങ്ങളുടെ ഏതാ ANI അല്ലേ? ANIക്ക് അവിടെ ANI എവിടെയാണ്? 24 അവിടെ 24 ആളില്ലായിരുന്നോ?
അല്ലല്ല ഈ തരത്തിൽ ദുർവ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത്. CPM-ന്റെ ഈ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, ആ ക്യാപ്സ്യൂൾ എടുത്തിട്ട് വരരുത് കേട്ടോ. മോൻ പഠിക്കുക ഇതൊക്കെ.